നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വിവരങ്ങളുടെ പകർപ്പ് തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ അപേക്ഷ 17-ാം തീയതി പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. 17-ാം തീയതി ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും. എതിർവാദം രേഖാമൂലം അറിയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് 17-ലേക്ക് ഇത് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത്. കള്ളപ്പണ ഇടപാട് നടന്നോ എന്നറിയാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ശ്രമിക്കുന്നത്. അത്തരത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കേസിന്റെ എഫ്ഐആർ, റിമാൻഡ് റിപ്പോർട്ട്, അറസ്റ്റിലായവരുടെയും മറ്റുള്ളവരുടെയും മൊഴി, പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ സമാന്തര അന്വേഷണത്തോട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് യോജിപ്പില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയാൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന ഒരു ആശങ്ക സർക്കാരിന് വേട്ടയാടുന്നുണ്ടോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും കേസുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ IPC 467 വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയാണ് നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടിയേ തീരുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേസിൽ അറസ്റ്റിലായത് പൊതുസേവകരുമാണ്. കോടതിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ അശു ഗോയലാണ് അപേക്ഷ സമർപ്പിച്ചത്. എന്തായാലും ഈ ഒരു അപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിയിരിക്കുകയാണ്. രേഖാമൂലം എതിർപ്പ് അറിയിക്കാൻ കൂടുതൽ സമയം SIT ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മാറ്റിവെക്കൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം 17-ന് കൊല്ലം വിജിലൻസ് കോടതി അപേക്ഷ പരിഗണിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും മൊഴി പകർപ്പടക്കമുള്ള അനുബന്ധ രേഖകളും ED ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് എന്നാണ് ED മുന്നോട്ട് വയ്ക്കുന്ന വാദം. അന്വേഷണം നടത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അധികാരമുണ്ട് എന്നും കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ രഹസ്യ സ്വഭാവത്തോടെയാണ് അന്വേഷണമെന്നും രേഖകൾ നൽകാൻ പാടില്ല എന്നും SITയും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും EDയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ, SITയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുമോ ചോദ്യം ശക്തമായി നിൽക്കുന്നു. 17-ാം തീയതി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും. രേഖകൾ വേണമെന്നുള്ള ആവശ്യത്തിൽ ED ഉറച്ചു നിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ED വിജിലൻസ് കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ രേഖകൾ കൈമാറുന്ന കാര്യത്തിൽ തീരുമാനിക്കാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റായ CPM നേതാവ് A. പത്മകുമാറിന്റെ അറസ്റ്റ് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ തുടർ അറസ്റ്റുകളില്ലാതെ കരുതലോടെയാണ് പ്രത്യേക അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ മാസം 20-നായിരുന്നു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് 3 ആഴ്ചയായി ഈ കേസിൽ പ്രതി ചേർത്ത മറ്റുള്ളവരെ പോലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. പത്മകുമാറിൽ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു അറസ്റ്റ് നടപടികൾ എത്തി നിൽക്കുന്നു, അവിടെ അവസാനിക്കുന്നുവോ എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. ചോദ്യം ചെയ്യലും തെളിവ് ശേഖരിക്കലും നടക്കുന്നുണ്ട്. ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് സൂചന. അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി 6 ആഴ്ച കൂടി നൽകിയിട്ടുമുണ്ട്. വിഷയം തണുപ്പിച്ചു നിർത്താനായി ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷകർ കടുത്ത നടപടികളിലേക്ക് കടക്കാതെ നിൽക്കുന്നതെന്ന പ്രതിപക്ഷ ആരോപണവും ശക്തമാവുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ 2 കേസുകളുണ്ട്. അതിൽ 15 പ്രതികളുണ്ട്. ഇതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N. വാസു, A. പത്മകുമാർ, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുൾപ്പെടെ 6 പ്രതികളെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. പത്മകുമാർ പ്രസിഡന്റും KP ശങ്കരദാസ്, P. വിജയകുമാർ എന്നിവർ അംഗങ്ങളുമായ ബോർഡ് പ്രതിസ്ഥാനത്താണ്. എങ്കിലും 2 അംഗങ്ങളെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പത്മകുമാർ മറ്റു ഉന്നതരുടെ പങ്കും SITയോട് വെളിപ്പെടുത്തിയെന്നാണ് സൂചന. എന്നാൽ ആരിലേക്കും പ്രത്യക്ഷ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം ഈ ആഴ്ച കിട്ടിയേക്കും. കേസിൽ ഏറെ നിർണായകമാണിത്. VSSCയിലെ ലാബിലാണ് പരിശോധന നടന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് കൂടി മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ രമേശ് ചെന്നിത്തല നടത്തിയ വെളിപ്പെടുത്തൽ കൂടി ഏറ്റവും നിർണായകമായിരുന്നു. കരിഞ്ചന്തയിലടക്കം ഈ ഒരു അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നത് ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. പക്ഷേ ആ മൊഴിയെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ ഒരു അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് മാറ്റിയത്. കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരം കൈമാറാനുണ്ട് എന്ന് വ്യക്തമാക്കി ചെന്നിത്തല SITയെ സമീപിച്ചിരുന്നു. അതേസമയം തനിക്ക് കിട്ടിയ വിവരങ്ങൾ മുഴുവൻ SITക്ക് മുന്നിൽ മൊഴിയായി നൽകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞത്. തനിക്ക് വിവരം നൽകിയ ആളെയും ചോദ്യം ചെയ്യട്ടെ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. കേസിൽ നിലവിൽ അന്വേഷണം മന്ദഗതിയിലാണെന്ന് UDF ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകാൻ തയ്യാറായത്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ
കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുപ്പ് നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും അത് മാറ്റിവെച്ചിരിക്കുകയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട മൊഴി നൽകാൻ തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തലയാണ് SITയെ അറിയിച്ചത്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF നല്ല ആത്മവിശ്വാസത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേകിച്ച് ഈ ഒരു ശബരിമല വിഷയമൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് LDFന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നും ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തത് ചിലത് നടന്നു. അതിൽ സർക്കാർ കർക്കശമായ നിലപാടെടുത്തിട്ടുണ്ട്. ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ ഇത്ര ശക്തമായ നിലപാടുണ്ടാകില്ലായിരുന്നു എന്ന് വിശ്വാസികൾ കരുതുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ സർക്കാരിന് വിശ്വാസികളുടെ പിന്തുണയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ നാടുമുള്ളത്. ആ നിലപാട് തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലൈംഗിക വൈകൃതമുള്ള കുറ്റവാളികളെ ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാമെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം. കോൺഗ്രസിനടക്കം കിട്ടിയ പരാതികളിൽ ഇരയായ ആളുകൾ പങ്കുവച്ച കാര്യങ്ങൾ ആശങ്കയുളവാക്കുന്നതാണ്. ഇരകളെ കൊന്നുതള്ളുമെന്ന ഭീഷണിയാണ് പ്രതിസ്ഥാനത്തുള്ളയാൾ ഉയർത്തിയിരിക്കുന്നത്. ഇത്തരത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്, അതായത് ഈ ശബരിമല വിഷയം ഈ തിരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ, ബാധിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വരണം. ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ തിരിച്ചടി സർക്കാരിന് കിട്ടും. അല്ല, ബാധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റേതായുള്ള വിജയവും കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇവർ ഉറ്റുനോക്കുകയാണ് വോട്ടെണ്ണൽ ദിനത്തിലേക്ക്. 13-ാം തീയതിയാണ് വോട്ടെണ്ണൽ. ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇന്ന് നമുക്കറിയാം വടക്കൻ കേരളം വിധി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ തെക്കൻ കേരളം വിധി രേഖപ്പെടുത്തിയിരുന്നു. ജനം ഏത് രീതിയിൽ ചിന്തിക്കുന്നു, ആർക്കൊപ്പമാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ ഘടകമായി മാറുന്നത് ഒരു അധികാരത്തിലേറാൻ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും 13-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഒരു കേരളം ആർക്കൊപ്പം എന്നറിയാനായിട്ട്. ശബരിമല വിഷയമൊക്കെ ഇത്രയും വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയൊരു വിഷയമാണ് ശബരിമല. അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചുവോ, വിശ്വാസികളുടെ ഒരു വികാരമൊക്കെ വ്രണപ്പെട്ടുവോ, അത് സർക്കാരിന് തിരിച്ചടിയായി മാറിയോ, ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ ഒരുപാട് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.